ഹലോ ആൾ, രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. 14 മണിക്കൂറോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീ ടൈം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. കാര്യം നമുക്ക് എക്സാമും കാര്യങ്ങളും അതിൻ്റെ അടിയിലൂടെയാണ് പ്ലാൻ ഉണ്ടാക്കുന്നത്. കാര്യം ഒരുപാട് മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് മാത്രം മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ സർജറി, നമ്മളിപ്പോൾ മറ്റന്നാൾ നമുക്ക് സർജറി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പോസ്റ്റിംഗ് തുടങ്ങണം. അപ്പോൾ അതിന്റെ അടിപൊളി വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് ദിവസമായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്ത് ചെയ്യുക. അപ്പോൾ അടിപൊളി പ്ലാൻ ആണ്. അപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ടൈം ലാഗ് അടിപ്പിക്കുന്നില്ല. ഓക്കെ, റെഡി. അപ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർക്കും പറഞ്ഞുതരാം. എൻ്റെ പേര് ഷാഹിദാണ്. സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. GMC മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. മഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. ഓക്കെ, റെഡി. അപ്പോൾ എന്തൊക്കെ ഈ ഒരു പ്ലാൻ വഴി നിങ്ങൾക്ക് കിട്ടും. സോഷ്യൽ മീഡിയ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയ നോട്ട് റെസ്ട്രിക്റ്റഡ്, അതായത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ 7 hours ഓഫ് സ്ലീപ്പ്, 7 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ട്. സഫീഷ്യൻ്റ് ആണ്. 6+ hours നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 7 മണിക്കൂർ നിങ്ങൾക്ക് സ്ലീപ്പ് കിട്ടും. അതുപോലെ തന്നെ ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ, ബ്രേക്ക് നിർബന്ധമാണ്. ബ്രേക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടി ബ്രെയിനിലോട്ട് പോയി വീണ്ടും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും കൂടുതൽ കാര്യം റീകളക്ട് ചെയ്യാൻ പറ്റും. റെഡി. ടൈം ടു കവർ ബാക്ക്ലോഗ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാൻ വഴി. അതുപോലെ തന്നെ ടൈം ഫോർ റിവിഷൻ, നിങ്ങൾക്ക് നീറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, റെഡി. പിന്നെ പറയാനുള്ളത്, യെസ്, ഇതാണ് പ്ലാനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ടേബിളാണ് ഇത്. ഓക്കെ, അപ്പൊ 7:30 to 8:30, അപ്പൊ 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 7 മണിക്കൊക്കെ നിങ്ങൾ എണീച്ചാൽ മതി. അപ്പോൾ രാവിലെ നേരത്തെ ഒരു 6:30 അല്ലെങ്കിൽ 5 മണിക്കൊന്നും എണീക്കേണ്ട യാതൊരു ആവശ്യമില്ല. രാവിലെ എണീച്ചാൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ ടേക്ക് മീ ആസ് എൻ എക്സാമ്പിൾ. എനിക്കൊക്കെ ഒരിക്കലും എനിക്ക് രാവിലെ എണീച്ച് പഠിച്ചാൽ പറ്റില്ല. ഇപ്പോഴും MBBSനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, റെഡി. അപ്പോൾ 7:30 to 8:30 ബയോളജി റിവിഷൻ ആണ്. അപ്പോൾ റിവിഷന്റെ കാര്യം അവിടെ ഓക്കെയാണ്. ബയോളജി രാവിലെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവിഷന്റെ കാര്യം ചിന്തിക്കേ വേണ്ട. ഓക്കെ, ബയോളജി റിവിഷൻ ചെയ്തു. ഓക്കെ, 1 മണിക്കൂർ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 8:30 to 9 മണി വരെ ഒരു അരമണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ്, അടിപൊളിയായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ളത്, 9 മണി മുതൽ 11 മണി വരെ നിങ്ങൾക്ക് എന്താണ്, യെസ്, 9 മണി മുതൽ ക്ലാസ് ആണ്. അതായത് 2 മണിക്കൂറിന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കണം. 9 അത് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഒരു 3 ക്ലാസിന്റെ ഷെഡ്യൂളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4 ക്ലാസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് സെഷൻ 2 അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 11 മണി വരെ നിങ്ങൾ ഒരു ക്ലാസ് കേട്ടു. അപ്പോൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞു. പിന്നെ എന്താണ്, 11 മണി മുതൽ 11:15 വരെ ബ്രേക്കാണ്, ഷോർട്ട് ബ്രേക്ക്. വെള്ളം കുടിക്കാൻ, എന്ത് വേണം, ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം, എന്ത് നിങ്ങൾക്ക് ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 മിനിറ്റ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, യെസ്. പിന്നെ 11:15 മുതൽ 1:15, ഏകദേശം 2 മണിക്കൂർ എന്താണ് നിങ്ങൾക്ക് ക്ലാസ് ആണ്. അടുത്ത ക്ലാസ് വരും. പിന്നെ എന്ത് ചെയ്യണം, 1:15 മുതൽ 2 മണി വരെ എന്താണ് 45 മിനിറ്റ് എന്താണ് നിങ്ങൾക്ക് ബ്രേക്ക് ആണ്, ലഞ്ച് ബ്രേക്ക് ആണ്. ഓക്കെ, ലഞ്ച് ബ്രേക്ക്, റെസ്റ്റ് എടുക്കാനും പറ്റും നിങ്ങൾക്ക്. ഇനിയിപ്പോൾ പ്രയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ടൈമിൽ. ഓക്കെ, കുളിക്കണമെങ്കിൽ കുളിക്കാൻ പറ്റും. പിന്നെ 2 to 4 ഏകദേശം 2 മണിക്കൂർ എന്താണ് ക്ലാസ് ആണ്, ക്ലാസ് കേൾക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ് ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. റെക്കോർഡ് ക്ലാസിന്റെ കാര്യം പറയുന്നത്, കാര്യം ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കേട്ടിരുന്നത്. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ നോക്കുക. റെക്കോർഡ് ക്ലാസ് ആണ് നല്ല, പെട്ടെന്ന് തീരും ചെയ്യും. പിന്നെ ലൈവ് ആകുമ്പോൾ ഒരുപാട് ഡൗട്ടും ഇൻട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, പിന്നെ 4 മണി മുതൽ 4:30 വരെ എന്താണ് ഈവനിങ് ബ്രേക്ക് ആണ്, ടീ ബ്രേക്ക് ആണ്. ഒരു 5 മിനിറ്റ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, യാതൊരു പ്രശ്നമില്ല. കാര്യം ഞാനൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യും, അതിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ 4:30 മുതൽ 6:30 വരെ ഫോക്കസ്ഡ് സ്റ്റഡി സെഷൻ. ഇന്നെടുത്ത ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് ഒക്കെ ഫിസിക്സ് റിവിഷൻ ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ പഴയ ടോപ്പിക് ഒക്കെ റിവിഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫിസിക്സ്, ഇവിടെ ഫിസിക്സ് കൊടുത്തു. ഇപ്പോൾ ഫിസിക്സ് കഴിഞ്ഞു. പിന്നെ 6:30 മുതൽ 7 മണി വരെ ഷോർട്ട് ബ്രേക്ക്, അരമണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. നിങ്ങൾക്ക് പ്രയേഴ്സ് നിങ്ങൾക്ക് അത് ചെയ്യാം. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം. ജസ്റ്റ് ഒന്ന് നടക്കുക റൂമിലൂടെ. ഒരു 5 മിനിറ്റ് ഒക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. റെഡി, ഷോർട്ട് ബ്രേക്ക് ആണ്. പിന്നെ 7 to 9 മണി വരെ 8-9 2 മണിക്കൂർ എക്സ്റ്റെൻഡഡ് സ്റ്റഡി സെഷൻ. അതായത് കെമിസ്ട്രി നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളിഷ്ടം കെമിസ്ട്രി പഠിക്കാം. ഓക്കെ, പിന്നെ 9 മണി മുതൽ 9:30 വരെ ഡിന്നർ ആണ്. അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി ഫുഡ് കഴിക്കുക. ഓക്കെ, യെസ്. പിന്നെ എന്താണുള്ളത്, 9:30 മുതൽ 11 വരെ 2 മണിക്കൂർ.
ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഫിസിക്സ് ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം. 1 മണിക്കൂർ ബയോ പഠിക്കുക. ഇന്നെടുത്ത ടോപ്പിക്ക് ബയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ ബയോ പഠിക്കുക. പിന്നുള്ളത് ഒരു മണിക്കൂർ നിങ്ങൾക്ക്, പിന്നെ 1 മണിക്കൂർ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടാവും. ആ 1 മണിക്കൂർ പെൻഡിങ്ങിൽ നിങ്ങൾ എന്താ ചെയ്യുക? യെസ്, ഡെഫിനറ്റ്ലി 1 മണിക്കൂർ പെൻഡിങ് ഉള്ളത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ പെൻഡിങ് ടോപ്പിക് ഉണ്ടാവില്ല, പെൻഡിങ് ടോപ്പിക്, ആ പെൻഡിങ് ടോപ്പിക്സ് ആ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, 1 ഹവറിൽ പെൻഡിങ് ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 11:30 മുതൽ 12 വരെ എന്താണ് ഒരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻഡിങ് ടോപ്പിക് തന്നെ നോക്കാം, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ റിവിഷനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്ലാനർ എന്ന് പറയുന്നത്. അടിപൊളി പ്ലാനറാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്ലോഗ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് 1 ഹവർ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഡെയിലി 1 ഹവർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം 30 ഹവർ കിട്ടും. 30 ഹവർ എന്ന് പറഞ്ഞാൽ 15 ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു മാസം. ഓക്കെ, റെഡി അല്ല? വീഡിയോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് മെമോനി ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് മെമോനി ആപ്പിനെ കുറിച്ചിട്ട്. സോ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, അതുപോലെ മോക്ക് ചെയ്താനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അത് തന്നെയാണ് മെമോനി ആപ്പ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെ CEO ആൻഡ് ഫൗണ്ടർ ഷാഹുൽ സർ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. Hey guys, a lot of students are asking me how to use Memoni app and score 170, 175 plus in physics. So I'm going to give you step by step how to use Memoni app and get guaranteed 175 plus in physics. So first, after you come to the Memoni homepage interface, you click on Notes 2.0. So click on old notes, and in that you will see physics. So when you click on physics, all the chapter notes will be here. So for example, I will select laws of motion. So in laws of motion, if you see all the important key points with proper figures, so you can swipe like this right and left, and then you can just see all the important laws, all the basics. So you just have to revise all your formulae. And here also it is PYQ marked. All these notes are okay. So this particular formula, 6 PYQs have come from all these years. Okay, so like that you can revise all these important topics with applications. So I would start with the notes. You should start with the notes and revise everything. And then after you finish all these notes, you should go back to NCERT line by line question section. Inside that, if you go, you will see biology, chemistry, physics. Click on physics. In that, there will be this section called concept building questions. So you just select, I'm selecting class level concept building question, going to laws of motion, and you can see all these questions are very simple questions, and also you can easily answer all these questions, and this will help you to build concepts, very simple questions. Because if you know all these simple concepts, then you will understand the question, understand the numerical given. See, there are 3 steps in solving numericals in physics. Number 1, understanding the question, what is given, what is asked, what is the boundary condition that is provided. So for that understanding the question, a lot of students tell me in numerical I'm not even able to understand what they are asking. So that is understanding the question. So solving all these concept building questions, which are very simple, will help you to understand the question better. Okay, and also you can easily access the same chapter notes in this section also, which I showed you in the notes section. It is present in the top. Okay, you can access it here also. And after finishing concept building question, I want to know the level of need. Now I'm ready to solve MCQs. I'm ready to understand the question. Now the next thing I should focus is PYQs. For all the subjects, this is true, especially for physics. Okay, so then you're going to go to class 11 PYQ with videos and PYQ based similar questions. So there I'm going to go to law of motion, and in the law of motion I can find that all the year-wise questions are provided. So this is 1991 NEET question. So the first question, this question was asked in NEET, and the second and third question are from the related concept. So now you are filtering because physics is vast. If you study in NCERT also, sometimes it won't be enough. If you study in standard books also, it won't be enough. So how to study it in the best way is to study the concept of the PYQ and the concept that is around. So every question, the first question will be the PYQ, for which the video solution will be provided here, and then you can see the 2-3 questions video solution will not be provided. You can try solving yourself. So if you are able to solve all these sets that are present, you can be confident that you can solve any problem that comes in NEET. Okay, but still you want to score 175 plus, then you can't take any risk. For that you have to then go to the Brahmastra revision patrika. So you go to Brahmastra revision patrika. So there will be only chemistry and physics. This is especially for chemistry and physics, students who are weak in chemistry and physics. So just select on physics. You can see in every chapter around 15 to 20 questions. Some chapters have more questions, but some chapters less. According to the weightage, questions are provided. Try to solve all these questions because these questions are of some high difficulty. Okay, so before you solve this question, you can also have a look at our mind map. Okay, so in the mind map you can see all the important formulae and everything. Get ready, and also analysis is provided. So in this particular chapter, how many questions in what all topics these questions have come will be there. You can also download this if you want. And then you go to highly conceptual questions. See, in this chapter, motion in the straight line, 10 questions are there in 2 topics. Okay, so basic of motion in straight line and basic of vectors and relative velocity. So you can see in the analysis also that all the basic of motion questions only mostly have come. Okay, so now these questions if you solve, you'll be able to solve a high level of questions also in physics. So this is the approach I will follow. So I will check the notes, and then I will go to concept building questions, and then I will solve PYQ and PYQ similar questions, and then I will come to Brahmastra revision patrika, and I will solve the high level questions. So solving these questions itself will be more than sufficient for each chapter because only 5 months are left for me, and this strategy will help you to cover physics in a very good way. സോ നിങ്ങൾക്ക് മെമ്മോറി ആപ്പിനെ കുറിച്ചിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എലൈറ്റ് പ്ലാനിൽ കിട്ടുന്നതായിരിക്കും. ഒരുപാട് 30K പ്ലസ് ക്വസ്റ്റ്യൻ ഓൺലൈൻ മോഡലും അതുപോലെ ഓഫ്ലൈൻ മോഡലും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ. അതുപോലെ തന്നെ അവർക്ക് PYQ ബുക്സ് ഉണ്ട്. ഏകദേശം ഒരു 1000 rupees താഴെയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അവരുടെ സപ്പോർട്ട് ബോർഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എന്റെ കോഡ് ഷാഹിദ് 20 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട്
ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ബ്രേക്ക് ഡൗൺ ഓഫ് യുവർ ഷെഡ്യൂളാണ്. അതായത് എത്ര ഹവർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ, എത്ര ഹവർ നിങ്ങൾ ഫ്രീ ടൈം കിട്ടി, എത്ര ഹവർ നിങ്ങൾ ക്ലാസ് കിട്ടും എന്നുള്ളത്. ഓക്കെ, ബയോളജി 1 മണിക്കൂർ റിവിഷൻ ചെയ്തു. ക്ലാസ് സെഷൻസ് 6 മണിക്കൂർ ക്ലാസ് കേട്ടു. സെൽഫ് സ്റ്റഡി ചെയ്തു. ഏകദേശം എത്ര മണിക്കൂർ? 6.5 മണിക്കൂർ സെൽഫ് സ്റ്റഡി ചെയ്തു നിങ്ങൾ. ഓക്കെ, 13.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു. പിന്നെന്താ ഉള്ളത്? യെസ്, ബ്രേക്സ് ആൻഡ് ഫ്രീ ടൈം. ബ്രേക്സ് ആൻഡ് ഫ്രീ ടൈം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ്, ലെങ് ബ്രേക്ക്, ഈവനിങ് ബ്രേക്ക്, ഡിന്നർ ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്, 2 ഷോർട്ട് ബ്രേക്ക് ഉണ്ട്, 3 ഹവർ ബ്രേക്ക്, ഏകദേശം 7 ഹവർ ഓഫ് സ്ലീപ്പും കിട്ടി. ഓക്കെ, റെഡി അല്ലേ? അടിപൊളി പ്ലാൻ അല്ലേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ തന്നെയാണ്. കാര്യം നേരത്തെ എണീക്കേണ്ട യാതൊരു ആവശ്യമില്ല. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും, റിവിഷൻ ചെയ്യാൻ പറ്റും, ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ പറ്റും, എല്ലാ പരിപാടികളും നടക്കും, ക്ലാസ്സും കേൾക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി. പിന്നെ പറയാനുള്ളത് ഷോർട്ട് നോട്ട്. ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ട് എഴുതി ടൈം കളയണം എന്നില്ല. ബയോളജി ഒന്നും ഷോർട്ട് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക. ഇത് ടെലഗ്രാം ചാനലാണ്, വാട്സപ്പ് ചാനലാണ്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഓൾറെഡി ഷോർട്ട് നോട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഫ്രീ ഷോർട്ട് നോട്ട്, നമ്മൾ ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാം. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഹൗ ടു ഡു പ്രോബ്ലം ഇൻ ബയോ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോയിൽ ഇപ്പോൾ ഞാൻ ബയോയിൽ പ്രോബ്ലം ചെയ്തപ്പോൾ നീറ്റ് പഠിച്ചപ്പോൾ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ പഠിച്ചപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, ജസ്റ്റ് ഇങ്ങനെ ടിക്കറ്റ് പോകും എല്ലാതും. പിന്നെ ഒരു 30-40 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നോക്കും ആൻസർ കീ. ഇത് തെറ്റാണെങ്കിൽ ഒരു തെറ്റിടും, ശരിയിടും, അങ്ങനെ. അപ്പോഴുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ടിക്കറ്റ് വെച്ചത് എന്താ പറയുക, റബ്ബ് ചെയ്താലും അതിലൊരു അടയാളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ നമുക്ക് ആൾറെഡി അറിയും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ എന്താണ് ആൻസർ അറിയാനേ പാടില്ല നമ്മൾ, എന്നിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നേക്കാണ് ഇതെല്ലാം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്തു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു 4 എന്താണ്? ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, 5 എന്താണ് ആൻസർ? യെസ്, ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇത് ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് ഇട്ടതാണ്. എന്നിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം കറക്റ്റാണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ നേരെ NCERTക്ക് പോവുക, NCERT ബുക്കിലേക്ക് പോവുക, NCERTക്ക് പോവുക, ജസ്റ്റ് ആ പാരഗ്രാഫ് റീഡ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലത് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? റെഡി. ഇത് ഞാൻ പറയാൻ വിട്ടുപോയത്. പിന്നെ ഫിസിക്സ് അങ്ങനെ പഠിക്കുക, അതായത് റിവിഷൻ ചെയ്യണം പറഞ്ഞില്ല. അതായത് ഫിസിക്സ് 5 മിനിറ്റോ 5 മിനിറ്റ് കൊണ്ട് 5 to 10 മിനിറ്റ് കൊണ്ട് പെർ ചാപ്റ്റർ നിങ്ങൾ റിവിഷൻ ചെയ്ത് തീർക്കണം. അതെങ്ങനെ വെച്ചാൽ ഷോർട്ട് നോട്ട് നമ്മൾ ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ടാണ്. ഓക്കെ, ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്യണം. അതെന്താ വെച്ചാൽ റൗണ്ടിങ് ഓഫ്, ഇത് ഒരു മറ്റേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കുക, ജസ്റ്റ് ഒക്കെ ഒന്ന് പെട്ടെന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏതൊക്കെ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ചെയ്യുക. ഇതാണ് ഷോർട്ട് നോട്ട് 1 മിനിറ്റിനുള്ളിൽ, 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ റീഡ് ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഡെയിലി പ്ലാനർ ഫോളോ ചെയ്തു. നോ ടൈം അതായത് ഈ ഡെയിലി പ്ലാനർ ഫോളോ ചെയ്താലുള്ള ഗുണം എന്താ പറയുക? ഇപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന വേറെ കാര്യം വെച്ചാൽ പഠിക്കാനിരിക്കും, പക്ഷേ അൺവാണ്ടഡ് തോട്ടാണ്. മൈൻഡ് എവിടേക്കേ എത്തും. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ വേറെ ഒടിയിലായിരിക്കും നമ്മുടെ മൈൻഡ്. ഇപ്പോൾ കളിക്കായിരിക്കും, ഫുട്ബോൾ കളിക്കായിരിക്കും, ചിലപ്പോൾ വേറെ കൂട്ടുകാരോടൊപ്പം കളിക്കായിരിക്കും. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്ലാൻ റെഡിയാക്കി ഫസ്റ്റ്. ആ മാക്സിമം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ ഈ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ചിന്തിക്കാനുള്ള ടൈം വരുന്നില്ല. അപ്പോൾ പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അൺവാണ്ടഡ് തോട്ട് എനിക്ക് തീർച്ചയായിട്ടും ഒഴിവായി കിട്ടും. ഡെഫിനറ്റ്ലി 12 hours ഓഫ് സ്റ്റഡി കഴിഞ്ഞു. പിന്നെ നോ ബാക്ക്ലോഗ്, നോ പ്രൊക്രാസ്റ്റിനേഷൻ, നോ ടെൻഷൻ. അതായത് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവുക, നമ്മൾ ഡെയിലി പ്ലാൻ വഴി പോകുന്നുണ്ട്. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ്റെ യാതൊരു പ്രശ്നമില്ല. റെഡി, ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് നീറ്റ്. ആൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ വെച്ചിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ. അതുകൊണ്ട് ഞാൻ നീറ്റ് 2023 642 മാർക്ക്, ആൾ ഇന്ത്യ റാങ്ക് 9204, കേരള റാങ്ക് 745, 746. അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോൾ GMC മഞ്ചേരി, എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കിട്ടിയിരുന്നാൽ മഞ്ചേരി ചൂസ് ചെയ്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് കാര്യം. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ്. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ വഴിയൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഒരുപാട് പേര്, thousands ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നീറ്റ് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.